അനുസരിക്കുവിൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന മാർഗത്തിലൂടെ ചരിക്കുവിൻ. നിങ്ങൾക്ക് ശുഭമായിരിക്കും. അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ല. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് തന്നിഷ്ടം പോലെ അവർ നടന്നു. അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. മനസ്സിലായോ? അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. ഇതാണോ ഇന്ന് കരിസ്മാറ്റിക്കിൽ കുറെയെങ്കിലും സ്ഥലത്തെ അവസ്ഥ? തോന്നുന്നുണ്ടോ? അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായി. എനിക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങളൊക്കെ കണ്ടപ്പോൾ തോന്നൽ മാറി വരുന്നുണ്ട്. പക്ഷെ നമുക്കറിയാം ചില മേഖലകളിൽ ചില സ്ഥലങ്ങളിലെങ്കിലും നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ട്. എന്താണ് ഇതിന് കാരണം? അവർ ദൈവത്തെ ശ്രവിക്കുക പോലും ചെയ്യുന്നില്ല. മറിച്ച് അവരുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ചില കണക്കുകൂട്ടലനുസരിച്ച് അവരങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ കരിസ്മാറ്റിക് എന്ന് പറയുന്നതിൻ്റെ പ്രധാന രഹസ്യം എന്താ? നമ്മൾ വരദാനങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള എല്ലാ വരദാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. അതുപയോഗിച്ച് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഈ ഒരു ദിവസത്തെ സെമിനാറിന് ധ്യാനത്തിന് അത് അവതരിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ധ്യാനം ഇവിടെ നടത്തുമ്പോൾ 5-6 ദിവസത്തെ മധ്യസ്ഥ പ്രാർത്ഥന ധ്യാനം നടത്തുമ്പോൾ നമ്മളിവിടെ ടീമായിട്ട് ഇരുന്നിട്ട് നമ്മൾ ശ്രവിക്കുമായിരുന്നില്ലേ? പരിശുദ്ധാത്മാവെ സംസാരിക്കണേ, ഞങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ നമ്മൾ ശ്രവിക്കുമ്പോൾ നമ്മൾ ആരും ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ നമ്മളോട് പറയാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബുദ്ധിയിൽ രൂപം കൊള്ളുന്ന ചില കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ നീങ്ങുന്നു. അതല്ല, കർത്താവ് അവരോട് പറഞ്ഞു, നിങ്ങളെ ഈജിപ്തിൽ നിന്നും നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ അവരോട് ദഹനബലികളെ കുറിച്ചോ മറ്റേത് ബലികളെ കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. എന്താണത്? എൻ്റെ ശബ്ദം ശ്രവിക്കുക. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ലിസൺ ടു മൈ വോയിസ്. എന്നെ ഒന്ന് ശ്രവിക്കുക. അപ്പോൾ പ്രാർത്ഥന എന്നത് ഒരു ഡയലോഗാണ്, ദൈവവുമായിട്ടുള്ള ഒരു സംസാരമാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടില്ലേ? അപ്പൊ നമ്മൾ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രമാവോ? നമ്മൾ പറയാനുള്ള കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമോ? ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ കേൾക്കേണ്ടത്? ദൈവത്തിന്റെ എന്താ പ്ലാൻ? നവീകരണത്തിനും അല്ലെങ്കിൽ ലോകത്തിലെ സുവിശേഷവൽക്കരണത്തിന്, കുടുംബങ്ങൾക്ക്, കുഞ്ഞുങ്ങൾക്ക്, വൈദികർക്ക്, മാർപ്പാപ്പയ്ക്ക്, ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണം. എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം എന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കാതെ ശ്രവിക്കുക. ഇത് പ്രാർത്ഥനയുടെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും ദൈവത്തിന്റെ മുൻകൈ എടുക്കലുണ്ട്. ദൈവം മുൻകൈ എടുക്കുന്നു. ഒരു കാലത്ത് ഞാൻ കേരളത്തിലും ഭാരതത്തിൽ ഉടനീളം സുവിശേഷവൽക്കരണം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എല്ലാ ദിവസവും ദൈവസ്വരത്തിന് വേണ്ടി എല്ലാ ദിവസവും ദൈവത്തെ കേൾക്കുന്നു. ഡയറിയിൽ എഴുതി വയ്ക്കില്ല. അങ്ങനെ ഒരു ദിവസം പറയുകയാണ്, അത് ഒരു യൂറോപ്യൻ
യൂറോപ്പിൽ നിന്ന് വന്ന ഒരു കപ്പുച്ചിൻ അച്ഛൻ്റെ വധിക്കപ്പെട്ടു. അദ്ദേഹം രക്തസാക്ഷിയായി നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ കബറിടത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ശബ്ദം കേൾക്കുകയാണ്. യൂറോപ്പിൽ നിന്ന് ഞങ്ങളെല്ലാം വന്ന് ഞങ്ങളുടെ ജീവൻ ഇവിടെ നിങ്ങൾക്ക് വേണ്ടി നൽകി. അതിന് പ്രത്യുത്തരമായി എന്ത് ചെയ്യാൻ പറ്റും? എനിക്കൊന്നും മനസ്സിലായില്ല. നമ്മൾ ഇത്രയും വലിയ കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാനാ എന്ന് വിചാരിച്ച് ഞാനിരുന്നില്ലേ. നല്ല കാര്യമാണ്, ഞങ്ങൾ നന്ദി പറയാം. പക്ഷെ അടുത്ത് വീണ്ടും കേൾക്കുകയാണ്, അതിന് പ്രതിനന്ദിയായിട്ട് യൂറോപ്പിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കാമോ? ഞങ്ങൾ യൂറോപ്പിൽ നിന്ന് വന്ന് ഞങ്ങളുടെ ജീവൻ ഇവിടെ കൊടുത്തു. ഇന്ന് യൂറോപ്പ് തളർന്നുകൊണ്ടിരിക്കുന്നു, വിശ്വാസം ശുഷ്കിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നീ യൂറോപ്പിൽ വന്ന് ഞങ്ങളെ സഹായിക്കാമോ? എന്ത് പറയാൻ പറ്റും? ഇപ്പൊ പറയും, എന്ത് പറയണം? പറയും. നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കർത്താവ് നമ്മളെ പിടിച്ചിങ്ങനെ കൊണ്ടുപോവുകയാണ്, ഇല്ലേ? എന്താ ഇല്ലേ? പറയ്, നീ വരോ? നീ വരോ? ആ, ഞാൻ വരാം. Praise the Lord. ഉടനെ അതിന്റെ അഭിഷേകമായി, അതിനു വേണ്ടിയുള്ള പടയൊരുക്കമായി. പിന്നെ കംപ്ലീറ്റ് ട്രാക്ക് മാറുകയാണ്. അപ്പൊ നമ്മൾക്ക് യാതൊരു അറിവില്ലാത്ത ദേശത്ത്, ഭാഷ അറിയില്ല, ഒന്നും അറിയില്ലെങ്കിലും ആദ്യം ഞങ്ങൾ അതിനുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ തുടങ്ങി. 24 മണിക്കൂറും കർത്താവ് പിന്നെ പറയാൻ തുടങ്ങി, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ പോരാ, 24 മണിക്കൂറും അതിനു വേണ്ടി 24 മണിക്കൂറും പ്രാർത്ഥിക്കണം. എങ്ങനെ 24 മണിക്കൂറും പ്രാർത്ഥിക്കണം? കൃത്യമായിട്ട് പറയാണ്, 4 പേരുടെ ടീം ഉണ്ടാക്കുക. അങ്ങനത്തെ ഒരു 4 ടീം, 4 മണിക്കൂർ ഇവർ പ്രാർത്ഥിക്കട്ടെ, അപ്പോൾ മറ്റൊരു റെസ്റ്റ് എടുക്കട്ടെ. അത് കഴിഞ്ഞ് ഇവർ റെസ്റ്റ് എടുക്കുമ്പോൾ മറ്റേ 4 പേര് വരട്ടെ. അങ്ങനെ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷ ആരംഭിച്ചു. അതിലാണ് കർത്താവ് വീണ്ടും സന്ദേശം നൽകി, ഭാരതത്തിൽ 100 ആരാധനാ സെന്ററുകൾ ഉണ്ടാക്കണം. ഇത് ചിന്തിക്കുമോ? നമ്മൾ ആരെങ്കിലും ചിന്തിക്കുമോ? നമ്മൾ കൂടി വന്ന ഒരാരാധനാ സെന്ററിന്റെ കാര്യം ചിന്തിക്കുമായിരിക്കും. അതും ചിന്തിക്കാനുള്ള യാതൊരു വകുപ്പുമില്ല. നമുക്കൊരു ചാപ്പലോ ഒരു കപ്പേലയോ ഒരു പള്ളിയോ ഒന്നുമില്ല. ഏതെങ്കിലും നമ്മുടെ ഫ്ലാറ്റിൽ ആ മുറിയിൽ നിന്ന് പ്രാർത്ഥിക്കാം. ഇതാ, അപ്പോ ശ്രവണമാണ് ഈ വളർച്ചയുടെ ഇമ്പോർട്ടൻസ്. അങ്ങനെ ശ്രവിച്ചതിനാൽ അത് ശ്രവിച്ചു, അത് എഴുതി വെച്ചു. കർത്താവ് സംസാരിക്കുന്നത് കർത്താവ് തന്നെ നടപ്പാക്കുമെന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. മാതാവിന്റെ വിശ്വാസത്തിന്റെ പ്രധാന ഘടകം എന്താ? മാതാവ് കർത്താവ് അരുളി ചെയ്തവയെല്ലാം സംഭവിക്കും എന്ന് വിശ്വസിച്ചവളെ നീ. അപ്പൊ നമ്മൾ ദൈവത്തെ ശ്രവിക്കുന്നതിനോടൊപ്പം ഒന്നുകൂടി വിശ്വസിക്കണം, ഈ കർത്താവ് പറഞ്ഞതെല്ലാം കർത്താവ് തന്നെ നടത്തും. അപ്പോഴെന്നാ പിന്നെ എന്തിനാ എന്നോട് പറയണെന്നായിരിക്കും നമ്മുടെ ചിന്ത, അല്ലേ? കർത്താവ് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ 100 അഡോറേഷൻ സെന്റർ എനിക്ക് വേണം, നീ അതിനെ സഹായിക്കാമോ? ഓക്കെ, ഞാനത് എഴുതി വെച്ചു. 3 ദിവസം കഴിഞ്ഞപ്പോ കാശ്മീരിലെ ബിഷപ്പ് ഫോൺ വിളിക്കുകയാണ്, ധ്യാനിക്കാൻ വരാമോ, ധ്യാനിപ്പിക്കാൻ. ഞാൻ പറഞ്ഞു, 1 വർഷത്തേക്കുള്ള ധ്യാനം മുഴുവനും ബുക്കായിരിക്കണം. പക്ഷെ ഇവിടെ അർജന്റായിട്ട് കാശ്മീരിൽ ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പൊ ഉടനെ പറയുകയാണ്, അറ്റ്ലീസ്റ്റ് ഒരു 3-4 പേരെ പ്രാർത്ഥിക്കാൻ അയക്കാമോ ഇങ്ങോട്ടേക്ക്. അപ്പൊ ഇതും ആ സന്ദേശവുമായിട്ട് എന്തോ ഒരു ബന്ധം. ഞാൻ ഉടനെ പറഞ്ഞു, അയക്കാം. അന്ന് ചാപ്പലിൽ ഈശോയെ എഴുന്നള്ളിച്ച് രാവും പകലും ഞങ്ങൾക്ക് തരാമോ? രാവും പകലും പ്രാർത്ഥിക്കുമോ നിങ്ങളുടെ ആളുകൾ? രാവും പകലും പ്രാർത്ഥിക്കും. പിന്നെ അതിലും വലുത് എന്താ? ഞാനല്ലേ ഇവിടുത്തെ ബിഷപ്പ്, എന്റെ ചാപ്പലിരുന്ന് അവർ പ്രാർത്ഥിച്ചോട്ടെ. രാവും പകലും പ്രാർത്ഥിക്കുകയാണെങ്കിൽ വളരെ സന്തോഷം. അങ്ങനെ കണ്ടോ,
നമ്മൾ ആരും പ്രതീക്ഷിച്ചോ? നമ്മൾ ഇവിടെയൊക്കെ തുടങ്ങുന്ന പ്രതീക്ഷിച്ചത്. നേരെ വേറൊരു സ്ഥലത്ത് 4000 കിലോമീറ്റർ ദൂരത്ത് കേരളത്തിൽ നിന്ന് കാശ്മീരിൽ ആദ്യത്തെ അഡോറേഷൻ സെന്ററിൽ 4 പേര് ഇവിടെ നിന്ന് വണ്ടി യാത്രയായി 4000 കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ പോയി. എന്തിനാ? മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്. ഇപ്പൊ കേട്ടാൽ ആൾക്കാർ എന്ത് പറയും? ഇത് എന്ത് പറ്റി? ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ പോലും അവിടെ പോയി പ്രാർത്ഥിക്കണം. നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റിൽ അവിടെ ചെന്നു ബിഷപ്പിന്റെ ചാപ്പലിൽ ഇരുന്ന് പ്രാർത്ഥനയൊക്കെ തുടങ്ങി. പിന്നെ അടുത്തുണ്ടാകാൻ പോകുന്നത് എന്താ? പിശാചിനിത് സന്തോഷമുള്ള കാര്യമാണോ? പിശാച് ഉടനെ ഇളകി വശാവും. അതാണ് അടുത്തുണ്ടാകാൻ പോകുന്നത്. അത് മുൻകൂട്ടി കരുതിക്കും. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞപ്പോ അവിടെയുള്ള ചില ആളുകളൊക്കെ നമ്മുടെ ആൾക്കാരോട് പറയാൻ തുടങ്ങി, ആഹാ, അപ്പൊ നിങ്ങൾക്ക് അവിടെ കഞ്ഞി കുടിക്കാനില്ലാഞ്ഞിട്ടാണല്ലേ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്ന് ബിഷപ്പ് ഹൗസിൽ സുഖമായിട്ട് ഇങ്ങനെ താമസിച്ച് ചാപ്പാടൊക്കെ കഴിച്ച് ഇവിടെ ഇരിക്കല്ലേ? പോയി പണിയെടുക്കണ. നിങ്ങളൊക്കെ ഇത്തിരി അധ്വാനിച്ച് പണിയേണ്ട ആൾക്കാരല്ലേ നിങ്ങൾ. എന്നിട്ട് വെറുതെ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാവുകളില്ലാണ്ട് ഇങ്ങനെ വെറുതെ ഇരിക്കാൻ വേണ്ടിയാ വന്നേക്കണേ. ഇതായിരിക്കും നമുക്ക് കിട്ടാൻ പോണ പ്രതിഫലം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ട്രെയിനിങ് നേരത്തെ കൊടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം. അപ്പൊ ഉടനെ എത്രയൊക്കെ ട്രെയിനിങ് കിട്ടിയാലും ഇത് കേൾക്കുമ്പോ നമുക്ക് ഇത്തിരി, അതും ഭക്ഷണ മുറിയിലേക്ക് ഇരുന്നത് കേൾക്കുകയാണെങ്കിൽ പിന്നെ ഭക്ഷണം കഴിക്കാൻ തോന്നും. ഇങ്ങനെയുള്ള സഹനങ്ങൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ ധാരാളം ഉണ്ടാവും. അപ്പൊ തന്നെ അവർ ഫോൺ വിളിച്ച് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്യും, ഞങ്ങൾ ഇവിടെ നിൽക്കില്ല. കാരണം ഇവിടെ ചിലവർ ഇങ്ങനെയൊക്കെ പറയണം. ഞാൻ പറഞ്ഞു, നമ്മൾ ചിലവര് പറയണത് നോക്കണം. എന്തിനാ? മനുഷ്യൻ പറയണത് കേൾക്കണോ അതോ ദൈവം പറയണത് കേൾക്കണം? കണ്ടോ? അപ്പൊ ശ്രവണമാണ് അവിടെ. നമ്മൾക്ക് ഈ മനുഷ്യൻ പറയണതൊക്കെ കേൾക്കാൻ 2 അല്ല 6 കാതുണ്ട്. പക്ഷെ ദൈവം പറയണത് കേൾക്കില്ല. ആ നേരത്ത് ദൈവം പറഞ്ഞതൊക്കെ നമ്മളങ്ങ് മറന്നുപോകും. അപ്പൊ ഉടനെ ദൈവത്തിനോട് ചോദിക്കണം, എന്താ പറയണേ കർത്താവേ? ഇവരിങ്ങനെയൊക്കെയാണല്ലോ പറയണേ. അപ്പൊ കർത്താവ് പറയും, മനുഷ്യനിലാശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നവൻ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. അപ്പൊ നമ്മൾ മനുഷ്യന്റെ വാക്കുകളെ കർത്താവിന്റെ വാക്കുകളുമായിട്ട് വലിയ വ്യത്യാസമുണ്ട്. മനുഷ്യന്മാർക്ക് ഇത് ഒട്ടും മനസ്സിലാവില്ല. രാപകലില്ലാണ്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ട എന്താവശ്യം? ഈശോ ഓക്കെ അങ്ങനെ ഒന്നൊന്നായിട്ട് നിരവധി 100-ൽ പരം ഇന്നെന്തോരം വര അതൊരു തരംഗമായിട്ട് മാറിയോ ഇല്ലയോ? ഇല്ലേ? ഇന്ന് ഭാരതം മുഴുവനും എവിടെ ചെന്നാലും മധ്യസ്ഥ പ്രാർത്ഥന ആരാധനാ സെന്ററുകൾ ഉണ്ടായി. ഇത് ഇനിയുണ്ടാകാം. നമ്മള് ഞാൻ പറയുമ്പോൾ വിമർശിക്കുകയാണെന്ന് വിചാരിക്കരുത്. അന്നുണ്ടായ മറ്റൊരു സംഭവം, അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശിൽ അംബികാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കത്തോലിക്ക ആശുപത്രി, കന്യാസ്ത്രീമാർ നടത്തുന്ന ആശുപത്രിയാണ്. അവിടെ ഭയങ്കര ബഹളം. നമ്മുടെ എതിർ പാർട്ടികൾ സിസ്റ്റർമാർക്കും ഡോക്ടർമാർക്കും എതിരായിട്ടെല്ലാം വലിയ തെറ്റായ പ്രചരണങ്ങളും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത മാറ്റ അവസ്ഥയായപ്പോൾ ആ സിസ്റ്റർ, നമ്മുടെ ധ്യാനമൊക്കെ കൂടിയ സിസ്റ്റർ വിളിച്ചു, എന്ത് ചെയ്യും? ഞാൻ പറയും, നമ്മള് ഈ പ്രശ്നമെല്ലാം വരുന്നതിൻ്റെ കാരണം നമ്മൾ വെറും പ്രവൃത്തിയാണ്, പ്രാർത്ഥനയില്ല. നമ്മളുടെ ചാപ്പല് ആശുപത്രിയാണെങ്കിലും നമുക്കൊരു ചാപ്പലുണ്ട്. അവിടെ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ട്. ഈശോനെ പൂട്ടി വയ്ക്കാൻ വേണ്ടിയാണോ ചാപ്പൽ നമുക്ക് തന്നിരിക്കുന്നത്? ഈശോനെ തുറന്നു വെക്കുമ്പോൾ ഈശോ ലോകത്തിന്റെ പ്രകാശമാകും. ഈ പ്രകാശം വരുമ്പോ പിന്നെ അന്ധകാരം അവിടെ നിൽക്കുമോ? അന്ധകാരത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ആക്രമിക്കട്ടെ, നിങ്ങളൊന്ന് പഠിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞു. അല്ല ബ്രദറെ സഹായിക്കണം, ഞങ്ങൾ എന്ത് ചെയ്യും? ഇവിടെ ഞങ്ങളുടെ സിസ്റ്റർമാരെല്ലാം നേഴ്സുമാരാണ്, അവർ ജോലി ചെയ്യാൻ. ഓക്കെ, എന്നാൽ ഞാൻ ഇവിടുന്ന് 2 പേരെ തരാം. ഈ ജെയിനും വേറെ 2 പേര്, ഒരാളോട് 2 പേര് ഇവിടെ നിന്ന് അയച്ചു. അവരവിടെ ചെന്നു വിശുദ്ധ എഴുന്നള്ളിച്ച് ചോദിച്ചു, ആരാധന തുടങ്ങി. 4 മണിക്കൂർ ഒരാളിരിക്കും, അപ്പോൾ വേറൊരാൾ ഉറങ്ങും. അത് കഴിഞ്ഞ് 4 മണിക്കൂറേയും അടുത്ത ആൾ വരും. അങ്ങനെ 2 പേരെ കൊണ്ട് 24 മണിക്കൂർ നമ്മൾ ആരാധന ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർമാരും
നേഴ്സുമാര്, വാച്ച്മാന് വരെ ആകർഷണമായി. ഇവരെന്താ ഈ രാവുകലിട്ട് ഇരുന്ന് ചെയ്യണേ? അപ്പൊ അതിൻ്റെ അകത്തൊന്ന് നോക്കും, അവിടെ അരമണിക്കൂർ ഇരിക്കും. അങ്ങനെ ആ ഒരു വശീകരണ ശക്തി, ദിവ്യകാരുണ്യ ശക്തി അവരെ അങ്ങോട്ടേക്ക് വലിച്ചു. ഇതാ ബൈസ്റ്റാൻഡേഴ്സ്. ആശുപത്രി എന്ന് പറഞ്ഞാൽ ഒരുപാട് രോഗികളെ ബൈസ്റ്റാൻഡേഴ്സ്, രോഗികളുടെ കൂടെ നിൽക്കാൻ പറഞ്ഞ ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവരെന്ത് പറയും? നിങ്ങൾ ഇവിടെ ഇരുന്ന് കരയണേലും ഭേദം അവിടെ ചാപ്പലിൽ പോയി ഈശോയുടെ മുമ്പിൽ ഇരുന്ന് കരയണത് ഇല്ലേ? ചാപ്പല് നിറച്ച ആളുകളായി. ആശുപത്രി വളരെ ശക്തമായ ഒരു അഭിഷേകം നിറഞ്ഞതായി. അവർക്കെതിരെയുള്ള സകല ശക്തികളും പിൻവലിച്ചു. 3 മാസം കൊണ്ട് അവിടെ ഒരു സ്വർഗമായി മാറി. ഡോക്ടർക്ക് രോഗിയെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക അഭിഷേകവും പെട്ടെന്ന് രോഗങ്ങൾ മാറുന്നു. പരസ്പരം സ്നേഹം വളരെ ശക്തമായി ആശുപത്രിയിൽ. എന്തിനു പറയണു, ഇപ്പൊ ഏകദേശം 12-13 വർഷമായി ഇപ്പോഴും ആ ആരാധന അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. Praise the Lord. ഇനി ഒന്ന് ചോദിച്ചേ, എന്തുകൊണ്ട് നമ്മുടെ ഈ കാത്തലിക് ആശുപത്രികളിൽ എല്ലാം തന്നെ ഇതുപോലെ ആരാധന നടത്താൻ പറ്റുമോ ഇല്ലയോ?